ചെയ്യുന്നത് സദേൺ ഇറാനിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ബോംബിങ് നടക്കുന്നത്. അതിൻ്റെ ഒരു മിലിറ്ററി ലോജിക് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർമുസ് സ്ട്രൈറ്റ് ഇറാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് സദേൺ കോസ്റ്റൽ ലൈൻ ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പോൾ സദേൺ കോസ്റ്റിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പരമാവധി തകർക്കുക. ഇപ്പോൾ മിലിറ്ററി ടാർഗറ്റ് മാത്രമല്ല ആക്രമിക്കുന്നത്, പാലങ്ങൾ, റെയിൽവേ ബ്രിഡ്ജസ്, പിന്നെ വാച്ച് ടവേഴ്സ്, പോർട്ടുകൾ, സിവിലിയൻ പോർട്ടുകളൊക്കെ ആക്രമിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അതിനെ കാണുന്നില്ല സദേൺ ഇറാനിലെ അല്ലെങ്കിൽ കോസ്റ്റൽ ഇറാനിലെ ഈ പറയുന്ന അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ തകർത്ത് കഴിഞ്ഞാൽ ഹോർമൂസിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവരുടെ കേപ്പബിലിറ്റി കുറക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മിലിറ്ററി ലോജിക്കായിട്ട് പറയുന്നത്. അത് ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ നടന്ന ഫെബ്രുവരി 28 ശേഷമുള്ള ഏതെങ്കിലും നിലക്കുള്ള ഒരു ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറയാവുന്ന സംഗതി ഇതാണ്. അപ്പോൾ ഹോർമൂസ് സ്ട്രൈറ്റ് അത് ഫ്രീ ആക്കുക എന്നുള്ളത്, ഇറാൻ്റെ നിയന്ത്രണം ഫ്രീ ആക്കുക എന്നുള്ള ഒരു ടാർഗറ്റ്, അതൊരു വാർ ടാർഗറ്റായിട്ട് വെക്കാം. ദാറ്റ്സ് ലോജിക്കൽ. പക്ഷേ അപ്പോൾ അതിന് അവിടുത്തെ ഇറാനിയൻ തീരത്തെ മിലിറ്ററി കേപ്പബിലിറ്റീസ് കുറച്ച് അവർ പൂർണ്ണമായി അതിൽ വിജയിച്ചെന്ന് വരിക. അമേരിക്ക വിജയിച്ചു എന്ന് വിചാരിക്കുക. ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് മെറീൻസിനെ പട്ടാളക്കാരെ അങ്ങോട്ട് കരയിലേക്ക് അയക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന നടക്കുന്നതൊക്കെ പറയുന്നുണ്ട്. നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പറയുന്ന കോസ്റ്റൽ ഇറാനിലെ ഇവരുടെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ തകർത്തെന്ന് വിചാരിക്കുക. എന്നതുകൊണ്ട് ഹോർമുസ് സ്ട്രൈറ്റ് സേഫ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നോക്കും, ബാബുൽ മന്ദിബിൽ ഹൂത്തികൾ എങ്ങനെയാണ് അവർ ആ മാരിടൈം ഇത്രയും മാരകമായുള്ള മാരിടൈം ഡിസ്റപ്ഷൻ ഉണ്ടാക്കിയത് അവരുടെ കയ്യിൽ വലിയ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ടാണ്? അങ്ങനെയൊന്നുമില്ല. ചെറിയ ചെറിയ ഡ്രോണുകൾ, ആർക്കും ആമസോണിലൊക്കെ മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രോണുകൾ അത് അവർ കസ്റ്റമൈസ് ചെയ്യുന്നു. വാട്ടർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. നമുക്കൊരു വലിയൊരു ടാങ്കർ അതിന് വന്നിട്ട് ഒരു ചെറിയൊരു വാട്ടർ ഡ്രോൺ വന്ന് ഇടിച്ചിട്ട് ഒരു പരിക്കേൽപ്പിക്കുന്നു വിചാരിക്കുക. അതുണ്ടാക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കും. അതുകൊണ്ട് വലിയൊരു മിലിറ്ററി പവറൊന്നും ആയിരിക്കണമെന്നില്ല ഈ മാരിടൈം, പ്രത്യേകിച്ച് ഓയിൽ ടാങ്കേഴ്സിനെയും ഗ്യാസ് ടാങ്കേഴ്സിനെയും അതിൻ്റെ യാത്ര ഡിസ്റപ്റ്റ് ചെയ്യാൻ. ചെറിയ രീതിയിലുള്ള അതിൻ്റെ സ്റ്റേറ്റ് പോലും ആവശ്യമില്ല. ഒരു നോൺ സ്റ്റേറ്റ് ആക്ടർക്ക് അത് സാധിക്കും. അതാണ് ഹൂത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മിലിറ്ററി ഈ സദേൺ കോസ്റ്റിലെ മിലിറ്ററി കേപ്പബിലിറ്റീസ് തകർത്തുകൊണ്ട് ഹോർമുസ് സ്ട്രൈറ്റ് സ്വതന്ത്രമാക്കാം എന്ന് ഇവർ വിചാരിക്കുന്നതിന് വിഡിതമാണ്. അത് ഇപ്പുറത്ത് ബാബുൽ മന്ദിബിൽ കണ്ടതാണ്. ഒരു സ്റ്റേറ്റ് ആക്ടർ പോലും അല്ലാത്ത ഹൂത്തീസ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പക്ഷേ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പുവെച്ചത് അവരുടെ തലക്കേറ്റ പ്രഹരമായിരുന്നു. ഈ യുദ്ധം തുടരുക എന്നുള്ള അവരുടെ ആവശ്യമാണ്. അവർ ഇത്തവണ വിജയിച്ചിരിക്കുന്നു. അമേരിക്കയിൽ അവരുടെ ക്യാമ്പ്, അവരുടെ ലോബി വിജയിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഏറ്റവും ദുരന്തമായിരിക്കും, ലോകത്തിന് ദുരന്തമായിരിക്കും. ലോകം അമേരിക്കയുടെയും ഇസ്രായേലിനെയും കൈപിടിക്കുന്നത് വരെ തുടരുക തന്നെ ചെയ്യും.